നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് നമ്മുടെ അജിതയുടെ വരവ്. ഇത് ഡിഷല്ല, ഒരു സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വൈകിട്ട് എന്താ കടിക്ക്, ചായക്ക് എന്താ കടി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമില്ല, നമ്മൾ സാധാരണ ഒരുപാട് വട ഐറ്റംസ്, ബജി ഐറ്റംസ് കണ്ടിട്ടുണ്ട്. അതേ ശൃംഖലയിൽ പെടുത്താവുന്ന ഒരു പുതിയ ഇനം സാധനമാണ്. എന്തായാലും നമ്മുടെ രുചിഭേദത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് അജിതയോട് തന്നെ കൂടുതലും വിശദമായി അന്വേഷിക്കാം. അജിത, ഇത് വട ഐറ്റം ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ചിക്കൻ്റെ പീസസ് ഇരിക്കുന്നത് എന്തുവാ സംഭവം? ചിക്കൻ പരിപ്പ് വട. ഒരു ബൗൾ ചിക്കനാണ്, വടപ്പരിപ്പ്, 2-3 പച്ചമുളക്, വെളുത്തുള്ളി അല്ലി, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക്, ഗരം മസാല പൊടിച്ചത്, മഞ്ഞപ്പൊടി, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, വെള്ളം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ. ഇനി ആവശ്യ വസ്തുക്കളായി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ എവിടെ നിന്ന് തുടക്കം? അപ്പം ആദ്യത്തെ ഘട്ടം ഇവിടെ ചെയ്തു വെച്ച് നമ്മൾ ദാലൊന്ന് കുതിർത്ത് വെച്ചു, ചന ദാൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിൽ നിന്ന് അതിലേക്ക് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർത്ത്. ഉപ്പ് എത്ര അതിനാവശ്യമുള്ള ഉപ്പ്, ഗരം മസാല എല്ലാം ചിക്കനിലോട്ട് അങ്ങ് ചേർത്താൽ മതി അല്ലേ? അപ്പോൾ ഒരു വലിയ ബൗൾ എടുക്കാം ആദ്യം, എന്നിട്ട് അതിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചേർക്കാം. ചിക്കനിൻ്റെ പീസസ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, പരിപ്പിളായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. വില വർധനത്തിന് പേരുണ്ട്. ആദ്യമൊക്കെ നമ്മൾ കാര്യമായിട്ട് കൂട്ടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗരം മസാല അല്ലേ, എത്ര വേണ്ടേ? ഒരു സ്പൂൺ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി. ഈ ഗരം മസാല ഇതല്ലെങ്കിൽ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന അതിട്ടാലും മതി. അത് മതി, അതായാലും മതി, എളുപ്പപ്പണി. മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ എല്ലാം കൂടെ പിടിക്കാനായിട്ട് വെക്കണം. ഓക്കെ, മസാല പിടിക്കാനായിട്ട് ഉണ്ടാക്കി കഴിയുമ്പം നല്ലൊരു ഉച്ചമയക്കത്തിനൊക്കെ ആഗ്രഹമുള്ളവർ ഉറങ്ങാൻ പോണെങ്കിൽ മുമ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ചിക്കനൊന്ന് പുരട്ടി വെച്ചിട്ട് പോയി കിടക്കുക. നാപ്പൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റാവും. ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും? ഇനി നമുക്ക് പരിപ്പ് അരച്ചിടും. അപ്പം ആ സമയം കൊണ്ട് പരിപ്പ് അരച്ചിടും. ല്ലേ പെട്ടെന്ന് അരച്ചെടുക്കാനുള്ള സൗകര്യം. അപ്പൊ എത്ര അധികം അരയുണ്ടോന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്താൽ മതി. ഓ, പരിപ്പ് വട പോലെ. പരിപ്പ് വട പോലെ ഒന്ന് ചതച്ച് തല്ലി അരക്കല്ലൊന്ന് ചതച്ചെടുത്താലും മതിയാവും അല്ലേ? അപ്പം നമ്മൾ ദാലെടുത്തു. ഇത് ഓൾറെഡി കുതിർത്ത് വെച്ചോണ്ട് നമുക്ക് പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് ചതച്ചെടുക്കാം. ഒരു റൗണ്ട് മതി, ഒരു റൗണ്ട് ചതച്ചെടുക്കാം. ചതച്ചെടുക്കാനാണ്. ഇതിപ്പോൾ അത്യാവശ്യം ദാലായിട്ട് തന്നെ കിടപ്പുണ്ട്. അരിഞ്ഞു വരുന്നു. ഒന്നുകൂടെ ഒരു റൗണ്ട് കൂടെ എടുക്കാം അല്ലേ? തൂത്തിടും. ഒരു റൗണ്ട് കൂടെ.
എന്തെങ്കിലും ചേർക്കണം? വേണ്ട. പെരുംജീരകം ഗരം മസാലയുടെ കൂടെ ഉണ്ടല്ലോ.